ഹായ് ഫ്രണ്ട്സ്, ഫസ്റ്റ് തന്നെ നിങ്ങൾ കേക്കിൻ്റെ കുറേ വീഡിയോസ് ആണല്ലേ കാണുന്നത്. അതായത് നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ അതിന് കേക്ക് മേടിക്കാൻ വേണ്ടി വന്നേക്കാണ്. തളിപ്പറമ്പുള്ള ക്ലബ് ഫലൂദയിൽ നിന്നാണ് കേട്ടോ മേടിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്നാണ് എന്തൊരു ഫംഗ്ഷൻ ഉണ്ടായാൽ പോലും കേക്ക് മേടിക്കാറുള്ളത്. നല്ല അടിപൊളിയാണ് കേട്ടോ. മകൻ്റെ ബർത്ത്ഡേക്ക് ആയാൽ കൂടി ഇവിടെ നിന്നാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അച്ഛൻ്റെയും അമ്മേൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ നമ്മളത് ചെറിയ രീതിക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ തച്ചു ബേബി നമ്മളൊക്കെ കൂടി കേക്കൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവൻ അച്ഛനും അമ്മേനെയും വിളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് ബലൂണ് ഊതി വീർപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആളെടുത്ത് ഫുള്ളായിട്ട് അലങ്കോലാക്കി വെക്കുകയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ കേക്ക് ഓർഡർ ചെയ്തത് നമ്മൾ എന്നും ചെയ്യാറുള്ള പോലെ തന്നെ ക്ലബ് ഫലൂദ ആണ് തളിപ്പറമ്പിലെ. അപ്പോൾ ദദാൻഷു ബേബി ഒരാഴ്ച മുൻപ് തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അവൻ്റെ ബർത്ത്ഡേ ആണെന്നാണ് അവൻ്റെ ഒരു ധാരണ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് കട്ട് ചെയ്യണം, കുഞ്ഞാവയുടെ ബർത്ത്ഡേക്ക് കട്ട് ചെയ്യണം കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇവർ കേക്ക് കട്ടിങ് പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. ദദാൻഷു ബേബിനെ കൂട്ടിയിട്ടുണ്ട് മുറിക്കാൻ വേണ്ടിയിട്ട്. അവനങ്ങനെ കേക്ക് വലുതായിട്ട് കഴിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ ആൾക്ക്. അപ്പോൾ ഞാൻ അധികം ഇങ്ങനെ മധുരമുള്ള ഐറ്റംസ് ഒന്നും അവന് കൊടുക്കാറില്ല. കാരണം കുട്ടികൾക്ക് വല്ലപ്പോഴൊക്കെ കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് ചെറിയൊരു പീസ് മാത്രമേ അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുട്ടികൾക്ക് മധുരം അത്ര നല്ലതല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. ചെറിയൊരു പീസ് മാത്രമേ അവന് കൊടുത്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഇത് അച്ഛനും അമ്മയും കേക്കൊക്കെ മുറിച്ച് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അവരൊരാൾ ഹാപ്പിയാണ് കേട്ടോ. നമ്മൾ വേറെ ആരും വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ചെറിയൊരു ആഘോഷം മാത്രമാണ്, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും അവർക്ക് കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇനി വീഡിയോയിലൂടെ കാണാൻ വേണ്ടി പോകുന്നത്. അവനെ കണ്ടില്ല, അവന് ഭയങ്കര ഇഷ്ടമാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കഴിക്കാനൊന്നും വലിയ താല്പര്യമില്ല, പക്ഷേ കട്ട് ചെയ്യാനാണ് കേട്ടോ ആൾക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് കൂടുതൽ. കണ്ടില്ലേ? അപ്പോൾ അവർക്ക് അവരുടെ മൂത്ത പുത്രൻ കേക്ക് കൊടുക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ധനുഷ് ബേബി ഭയങ്കരമായിട്ട് ചിരി, അവിടെ എന്തൊക്കെയോ കോമഡിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെയാണ് ആ ചിരിയൊക്കെ കാണുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അച്ഛനും അമ്മക്കും കേക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനും ഹസ്ബൻഡും ഫസ്റ്റ് തന്നെ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കേക്കൊക്കെ വീട്ടിൽ നിന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുക എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ. അപ്പോൾ പിന്നീട് നമ്മൾ വേണ്ടെന്ന് വെച്ച് വീട്ടിൽ നിന്ന് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. ചെറിയൊരു അസൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. ഗിഫ്റ്റ് കേക്കൊക്കെ കട്ട് ചെയ്ത് കുറേ കഴിഞ്ഞപ്പോഴാണ് ഗിഫ്റ്റ് കൊടുക്കേണ്ട ഓർമ്മ വന്നത്. എനിക്ക് എപ്പോഴും അങ്ങനെയാണ് കേട്ടോ, ഞാൻ എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഒട്ടുമിക്ക എൻ്റെ വീഡിയോസിലും ഇതുപോലെ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഞാൻ മിസ്സാക്കലുണ്ട് കേട്ടോ. അപ്പോൾ അവരത് പൊളിച്ച് നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു അമ്മയുടെ ഈ ഒരു ചുരിദാറാണ്. ചുരിദാർ എന്ന് പറയുമ്പോൾ നല്ല റെഡ് കളറാണ് കേട്ടോ. അപ്പം അതിൽ ഇതിപ്പം കാപ്പി ആ ഒരു കളറിലാണ് ഇപ്പോൾ കാണുന്നത്. നല്ല അടിപൊളി കളറിലാണ് ഈ ചുരിദാർ ഇരിക്കുന്നത്. ലൈറ്റിൻ്റെ ഇതുകൊണ്ട് രാത്രി ആയതുകൊണ്ടാണ് കറക്റ്റ് കാണാത്തത്. അപ്പോൾ ഇതാ ധനുഷ് ബേബി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ ഒരു ടിപ്പർ ഉണ്ടായിരുന്നു കേട്ടോ കളിപ്പാട്ടം. അതിൽ മസാല കടലൊക്കെ വെച്ചിട്ട് കഴിക്കാം കേട്ടോ. അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വഴക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ പരിപാടി നോക്കാമെന്ന് ആ ഫുഡൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊന്നും വീഡിയോ എടുത്തില്ല, അത് സെറ്റാക്കാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഹസ്ബൻഡാണ് സെറ്റാക്കുന്നത്. ഫുഡ് എപ്പോഴും ഇതുപോലെ ബിരിയാണി ഐറ്റംസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹസ്ബൻഡാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. ആൾ സെറ്റ് ചെയ്യാൻ ഭയങ്കര മിടുക്കനാണ് കേട്ടോ. ഡച്ച് ബേബീൻ്റെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ ബിരിയാണി. അതായത് അവൻ അതിൻ്റെ പീസൊന്നും കഴിക്കത്തില്ല, റൈസ് മാത്രമേ കഴിക്കൂ കേട്ടോ. പീസ് വളരെ കുറച്ച് മാത്രമേ കഴിക്കൂ. റൈസ് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റാക്കി. ഇതുപോലുള്ള സെലിബ്രേഷൻസൊക്കെ, അതായത് ചെറിയ രീതിക്കാണെങ്കിൽ കൂടി അവരുടെ മനസ്സിന് എന്തായാലും ഹാപ്പി ആയിട്ടുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. ഇത് കാണുന്ന നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആയി എന്നുള്ളത് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.